അയാൾ പറഞ്ഞത് വെച്ച് അത് തന്നെ ആവാൻ സാധ്യത. അവിടെ എന്തോ ഒരു വീട് പോലെ എന്തോ കാണുന്നുണ്ട്. അത് തന്നെ സ്ഥലം. ഞാൻ ചെല്ലട്ടെ. ഇത് കണ്ടിട്ട് ഏതോ പഴയ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. എന്തിനായിരിക്കും അയാൾ എന്നോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഇയാളോ അല്ല. നിങ്ങൾ എത്തിയോ? ഞാനെല്ലാം പറയാം. ആ ടി വിയെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നിങ്ങളോട് ഞാൻ പറയും. അതിന് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ആ ടി വി ഉടലെടുത്തത് ലണ്ടനിലാ. അന്ന് നടന്നത് എല്ലാം ഞാൻ പറയാം. അമേരിക്കയിൽ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ആ ഒരു അച്ഛനും അമ്മയും 2 കുട്ടികൾ അടങ്ങുന്ന ഒരു വീടായിരുന്നു അത്. എന്നും ആ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. പക്ഷെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയം ആ കുട്ടികളൊന്നും ഒറ്റയ്ക്കായിരുന്നു. ആ കുട്ടികൾ വല്ലാതെ ബോറടിച്ചിരുന്നു. പിന്നെ ജോലിക്ക് പോയല്ലേ നമുക്ക് പണം ഉണ്ടാവുള്ളൂ. ജോലിക്ക് പോവാതിരുന്ന് എങ്ങനെയാ? നല്ല കുട്ടികളാവ്. വേണ്ട അമ്മേ, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക. അമ്മ പോവണ്ട. മക്കളെ, ഞങ്ങൾ വേഗം വരൂല്ലേ? നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ ചേച്ചിയില്ലേ? അത് തന്നെ അച്ഛൻ പറയുന്ന കേക്ക്. ചേച്ചിയില്ലേ പിന്നെന്താ? ചേച്ചി ജോലി തീർത്ത് പോവില്ല. പോവണ്ട അമ്മേ, പ്ലീസ്. അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഓഫീസിൽ പോവാതെ പറ്റില്ലല്ലോ. നിങ്ങളുടെ നല്ല മക്കളായിരിക്കും. അച്ഛനും ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. അയ്യോ മോനെ, ഓഫീസിൽ പോവാതെ എങ്ങനെയാ? വന്നിട്ട് പോനെ ഞങ്ങൾ പാർക്ക് കൊണ്ടുപോകും. ഉറപ്പായിട്ട് അച്ഛനും അമ്മയും 2 പേരും പാർക്ക് കൊണ്ടുപോകും ചെയ്യും. ഐസ്ക്രീം വാങ്ങി തരും. ഓക്കെ? നീ വന്നേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതാ. അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് വാ. ഞാൻ പുറത്തുണ്ടാവും. ശരി ചേച്ചി, ഞാൻ നോക്കിക്കോളാം. എന്താ നിന്നെ കണക്ക് നിറഞ്ഞിരിക്കുന്നത്? അതിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. എനിക്കും അറിയടി, പക്ഷെ ചിലതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് അറിയില്ല. ഇന്ന് ഓഫീസ് കഴിഞ്ഞൊന്ന് വന്നോട്ടെ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഇതൊന്നും എനിക്ക് കഴിയാത്തത്. ഇല്ല, ഞാനിതിന് പിന്മാറില്ല. എങ്ങനെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മക്കളെ ഇനി നമ്മളില്ലാന്ന് ഒരിക്കലും വിഷമിക്കില്ല. അവൾക്ക് നമ്മളെ കുറിച്ച് ഓർക്കാനേ സമയം കിട്ടില്ല. നീ നോക്കിക്കോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നേന്ന്. എനിക്കൊന്നും വേണ്ട, നീ ചെല്ലേ. അതൊക്കെ നീ കണ്ടോ, ഒരു മായാലോകം തന്നെ ഞാൻ തീർക്കും. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാത്തെ? പക്ഷെ ഞാൻ പിന്മാറാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഞാനിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതെ, എന്റെ പരിശ്രമം വെറുതെയില്ല. അങ്ങനെ തന്നെ. അതെ, അവസാനം ഞാൻ കണ്ടുപിടിച്ചു. എന്നെ കൊണ്ട് സാധിച്ചു. ഇനി എന്റെ മക്കൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടില്ല. എന്റെ മക്കൾക്ക് കളിക്കാൻ ആരുമില്ലെന്ന് പറയില്ല. അവർ വേറെ ലോകത്തേക്ക് പോവും. ഞാൻ കണ്ടുപിടിച്ചു. നോക്കടി, ഇനി നമ്മൾ പോകുമ്പോ നമ്മളെ മക്കൾ ഒറ്റപ്പെട്ടെന്ന് പറയില്ല. ഞാനെന്താ കണ്ടുപിടിച്ച നീ നോക്ക്. അതെടി, ഇനി നമ്മുടെ മക്കൾ വേറെ ലോകത്തായിരിക്കും. അവരൊരിക്കലും പരാതി പറയില്ല. ഇതൊരിക്കലും സാധാ ഒരു ടി വി അല്ല. നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ടി വി. ഞാൻ നിനക്ക് കാണിച്ചു തരാം.